ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഹ്യൂബ കർമ്മീരെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ആദ്യമായിട്ടാണ് ഞാൻ ഒരു വീഡിയോ ചെയ്യണത്. സൗണ്ട് കാര്യങ്ങളൊക്കെ റെക്കോർഡ് ചെയ്യാറുണ്ട് വെച്ചെങ്കിലും നമ്മളിപ്പോൾ ട്രയൽ റണ്ണായിട്ട് ലൈവിൽ കുറച്ച് നേരം വന്നു. പിന്നെ നമ്മൾ പ്രീ മാർക്കറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അത് ഫുൾ വീഡിയോ ആയിട്ട് വരണത് ആദ്യമായിട്ടാണ്. അപ്പോൾ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ട് വെച്ചെങ്കിൽ സജഷൻ കാര്യങ്ങളൊക്കെ പറഞ്ഞോളൂ. പിന്നെ തെറ്റുകുറ്റങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നമ്മൾ ഇപ്പോൾ ഹ്യൂബ അക്കാദമി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ 2014 തൊട്ട് ഞാൻ മാർക്കറ്റിലുണ്ട്. അതിൽ 2019 തൊട്ട് ഞാൻ മാർക്കറ്റിൽ ഫുൾ ടൈമറാണ്. അപ്പോൾ മാർക്കറ്റിൽ ഞാൻ ഫുൾ ടൈമർ ആയാൽ ഏറ്റവും കൂടുതൽ ടൈം ഇൻവെസ്റ്റ് ചെയ്തുള്ളത് ഞാൻ നിഫ്റ്റിയിലാണ് 80%. പിന്നെ ആ സമയത്ത് ഞാൻ ബാങ്ക് നിഫ്റ്റി കാര്യങ്ങളൊക്കെ നോക്കിയിടുന്നു. സ്റ്റോക്കുകൾ വാച്ച് ചെയ്തിട്ടുണ്ട്. സ്റ്റോക്കുകളിൽ ചെറിയ രീതിയിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റും സ്റ്റോക്കുകളുടെ മൂവ്മെൻറ്റുകളും കാര്യങ്ങളൊക്കെ അറിയാം. പിന്നെ ഇപ്പോൾ റീസെൻ്റായിട്ട് സെൻസസും കൂടിയിട്ട് ചെയ്യാറുണ്ട്. പിന്നെ ഞാൻ നോക്കിയുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രൂഡ് ഓയിൽ ചെക്ക് ചെയ്ത് നോക്കിയിട്ടുണ്ട്, നാച്ചുറൽ ഗ്യാസ് ഒക്കെ ചെക്ക് ചെയ്ത് നോക്കിയിട്ടുണ്ട്. അതിലൊക്കെ ട്രേഡ് കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്, അതിന് മൂവ്മെൻ്റ് അറിയാം. പിന്നെ എല്ലാതും കൂടി ചെയ്യാൻ പോയിട്ട് മനസ്സിനെ സ്ട്രെസ് കുറയ്ക്കാനും പിന്നെ ഏതെങ്കിലും ഒരു കാര്യത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് സക്സസ് ഉണ്ടാക്കാനും വേണ്ടിയിട്ടുള്ള ഒരു രീതിയാണ് നമ്മുടെ മനസ്സിന് പറ്റുള്ളൂ എന്ന് മനസ്സിലാക്കിയപ്പോൾ എല്ലാത്തിനും പോകാതെ ഒന്നിലൊതുങ്ങി നിന്നിട്ട് ആണ് നമ്മളിപ്പോൾ അപ്രോച്ച് ചെയ്യണത്. അതാണ് നമ്മുടെ ഹ്യൂബ അക്കാദമിയിൽ ഇവിടെ നമ്മൾ മറ്റുള്ളവർക്ക് പകർന്നു തരുന്നത് കേട്ടോ. അതായത് തിങ്കൾ ചൊവ്വ നിഫ്റ്റി, ബുധൻ വ്യാഴം സെൻസസ്, പിന്നെ വെള്ളിയാഴ്ച നമ്മൾ നിഫ്റ്റി തന്നെ നോക്കുള്ളൂ. എന്നാലും അന്ന് സ്റ്റഡി പർപ്പസ് എന്നുള്ള രീതിയിൽ അങ്ങനെയാണ് നമ്മൾ അപ്രോച്ച് ചെയ്യണുള്ളൂ. നമ്മൾ ചെയ്യണതിൽ തന്നെ വീക്കിലി എക്സ്പയറികൾ മാത്രമേ നമ്മൾ നോക്കാറുള്ളൂ. 2 അക്കൗണ്ടാണ് നമ്മൾ ഹ്യൂബ അക്കാദമിയുടെ ഒരു സ്റ്റഡി പർപ്പസിൽ യൂസ് ചെയ്യണത്. ഒന്ന് സെല്ലിങ് അക്കൗണ്ട്, ഒന്ന് ബൈയിങ് അക്കൗണ്ട്. സെല്ലിങ് അക്കൗണ്ട് ഏകദേശം ഒരു 3 lakhs രീതിയിലുള്ള കാൽക്കുലേഷൻ വെച്ചിട്ടുള്ള പ്ലാനിങ്ങുകളാണ്. കൂടുതൽ കാര്യങ്ങൾ അതിനെക്കുറിച്ച് പിന്നീട് പറയാം. ബൈയിങ് അക്കൗണ്ട് ഒരു 1 lakh എന്നുള്ള രീതിയിലാണ്. അതായത് മീഡിയം ആയിട്ടുള്ള ആൾക്കാർക്ക് എങ്ങനെ ഇതിൽ സക്സസ് ആവാമെന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഒരു ഐഡിയ തരാനും ചെറിയ ക്യാപിറ്റൽ കൊണ്ട് എങ്ങനെ ട്രേഡ് ചെയ്യാൻ പറ്റുമെന്നും അതിൽ നിന്ന് ഉള്ള റിട്ടേണെ കുറിച്ച് കാണിച്ചു തരാനും വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം. അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് വലിയ സെറ്റപ്പ് ആയിട്ടൊന്നുമല്ല ഇപ്പോൾ നമ്മുടെ ഈ സ്റ്റഡി പർപ്പസ് ആയാലും നമ്മുടെ കാര്യങ്ങളൊക്കെ ചെയ്യണത്. നമ്മൾ സാധാരണ രീതിയിലാണ് ചെയ്യണത്. വേറെ നമുക്ക് വലിയ ഫണ്ടേഴ്സോ കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ നമ്മൾ നമ്മുടേതായ പരിമിതികളും കുറവുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇതിൻ്റെ ഓരോരോ ഉദ്ദേശം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത്രയും കാലമായിട്ട് ട്രേഡിങ്ങിൽ ഉള്ളവർക്കും അതായത് ഇത്രയ്ക്കും ഫുൾ ടൈമായിട്ട് എക്സ്പീരിയൻസ് ഇല്ലാത്തവർക്കൊക്കെ നമ്മുടെ സജഷൻ ഉപകാരപ്പെടും. അതുപോലെ തന്നെ പുതിയ തലമുറയ്ക്ക് പുതിയതായി വന്നവർക്ക് അവർക്കൊക്കെ ഇതിലുണ്ടാവുന്ന ട്രാപ്പുകളിൽ നിന്നും ഇതിൽ നിന്നൊക്കെ രക്ഷപ്പെടാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി നമ്മളെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാവും. ഈ കാലത്തിൽ ഉണ്ടാവുന്ന കുറേ അബദ്ധങ്ങളിലൊക്കെ പോയി ചാടുണ്ടല്ലോ. അപ്പോൾ അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടൊക്കെ നിങ്ങൾക്ക് നമ്മുടെ അക്കാദമി ഹെൽപ്പ് ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് എന്ത് ആവശ്യം വന്നാലും കോൺടാക്ട് ചെയ്യാം. എൻ്റെ അറിവുകളും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്ത് തരും. അപ്പോൾ നമുക്കതിന് വേണ്ടിയിട്ടുള്ള വാട്സപ്പ് ഗ്രൂപ്പും ടെലിഗ്രാം ഗ്രൂപ്പും കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്യാം. പിന്നെ നമ്മുടെ യൂട്യൂബ്, ഇൻസ്റ്റാഗ്രാം പേജ്, ഫേസ്ബുക്ക് എല്ലാതും ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ കാലത്ത് പ്രീ മാർക്കറ്റ് ഏറ്റവും അക്യുറസ് ആയിട്ട് നല്ല രീതിയിൽ ചെയ്യാനുള്ള പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ട് ഉണ്ടാവണം. അപ്പോൾ ഹ്യൂബ അക്കാദമിയുടെ ആദ്യ ഔദ്യോഗികമായിട്ടുള്ള ഒരു ലോഞ്ചിങ് പോലത്തെ ഉള്ളൊരു വീഡിയോ ആണിത്. ഇത് ചെറിയ നിലയിൽ തുടങ്ങിയിട്ട് വലിയ നിലയിലേക്ക് എത്താനുള്ള എല്ലാ പരിശ്രമങ്ങളും നമ്മൾ ചെയ്യുന്നുണ്ട്. അതിനോടൊപ്പം നമ്മുടെ നാട്ടിൽ പുതിയ തലമുറയ്ക്കും അതുപോലെ ട്രേഡിങ്ങിനെ സീരിയസ് ആയി എടുക്കുന്നവർക്കും എന്നാൽ പറ്റുന്ന ഞങ്ങളുടെ ടീം കൊണ്ട് പറ്റുന്ന എല്ലാവിധ സഹായങ്ങളും ഉണ്ടാവും. ഇതുവരെയുള്ള അറിവുകളും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യും. ഏത് മേഖലയിൽ നിന്നായാലും അതെ, ട്രേഡിങ് സംബന്ധമായിട്ടുള്ള ഏത് മേഖലയിൽ നിന്ന് എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ അതിനുള്ള മറുപടി കാര്യങ്ങളും നമ്മൾ ഷെയർ ചെയ്ത് തരും. നമുക്കറിയാത്ത കാര്യങ്ങളുണ്ടെങ്കിൽ അടക്കം നമ്മൾ സ്റ്റഡി ചെയ്തിട്ട് നിങ്ങൾക്കത് ക്ലിയർ ചെയ്ത് തരും. അതാണ് നമ്മൾ പ്ലാൻ ചെയ്യണത്. പിന്നെ നമ്മൾ ഇപ്പോൾ ഈ വീഡിയോ ആയിട്ട് വന്നുള്ളതിൻ്റെ ഒരു കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ ഒരു മാസമായിട്ട് നമ്മൾ ലൈവ്
നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ലൈവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അത് നമ്മൾ പ്രോഫിറ്റുകളും കാര്യങ്ങളൊക്കെ ലോസും കാര്യങ്ങളൊക്കെ പോസ്റ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ട്രയൽ പോലെ ഈ ആഴ്ചയിൽ നമ്മളെ വാച്ച് ചെയ്തവർക്ക് നമ്മുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും കൂടിയിട്ട് റിവീൽ ചെയ്യുക. എങ്ങനെയാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഉണ്ടാവുക എന്നുള്ളത് എന്നെ സിൻസിയറായിട്ട് വാച്ച് ചെയ്യണ ഹ്യൂബ അക്കാദമീനെ സിൻസിയറായി വാച്ച് ചെയ്യുന്നവർക്ക് അത് ഷെയർ ചെയ്ത് കൊടുക്കുക എന്നുള്ള ഒരു ഇതിലാണ് ഇന്നത്തെ വീഡിയോ ചെയ്യണത്. അപ്പോൾ എല്ലാവരും നമ്മുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ലിങ്ക് കൂടി ഞാൻ ഇതിൽ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും അത് വാച്ച് ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ കമൻറ്റ് ചെയ്തിട്ട് അറിയിക്കാം. പിന്നെ ഇമ്പ്രൂവ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കിയിട്ട് ചെയ്യാം. 1 ലാഖിൻ്റെ അക്കൗണ്ടാണ് ഇപ്പോൾ റിവീൽ ചെയ്യണത്. അതിൽ തന്നെ നമ്മൾ മുഴുവനും ഇടില്ല. നമ്മൾ ഡിമാറ്റ് അക്കൗണ്ടിലും സേവിങ്സ് അക്കൗണ്ടിലും കൂടിയിട്ടാണ് ഫണ്ടിനെ നിലനിർത്തുക. നമ്മൾ ഒരു പാക്കേജ് ഉണ്ട്, 40,000 50,000 ക്യാപിറ്റലായി നിലനിർത്തിയിട്ട് ബാക്കി വരുന്ന ഫണ്ട് റിലീസ് ചെയ്തിട്ട് നമ്മൾ അക്കൗണ്ടിലേക്ക് മാറ്റും. അങ്ങനെയാണ് ഇതിനെ ബിൽഡ് ചെയ്യണത്. അപ്പോൾ അതിൻ്റെ ഒരു സ്ട്രാറ്റജി നിങ്ങൾക്ക് സാധാരണ രീതിയിലുള്ളവർക്കൊക്കെ ഇതിനെ ഫോളോ ചെയ്യാം. ഒരു 20,000 30,000 തൊട്ടുള്ളവർക്ക് വരെ ഈ പാക്കേജിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനുള്ള ഐഡിയയും കാര്യങ്ങളൊക്കെയാണ് ഇന്ന് കിട്ടുക. അപ്പോൾ നമ്മുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് നമുക്ക് കടക്കാം. ഇതാണ് നമ്മുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ നമുക്ക് നോക്കാം. നമ്മൾ ഈ ആഴ്ചത്തേന് ഷെയർ ചെയ്യാന്ന് പറഞ്ഞത്, ബാക്കി പിന്നീട് ഞാൻ ചെയ്യേണ്ട കേട്ടോ. നമുക്ക് എടുക്കാം, ഡേറ്റ് എടുക്കാം. 14-ാം തീയതി ടു ഇന്ന് വരെ ഉള്ളത് കേട്ടോ. ഓക്കെ, ജനറേറ്റ് ലിങ്ക് റിവ്യൂ കാണാം. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാനിത് ഇതിൽ അറ്റാച്ച് ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിൽ എടുത്ത് വെരിഫൈ ചെയ്യാം കേട്ടോ. നമ്മുടെ ഈ ആഴ്ചത്തെ പെർഫോമൻസ് ആണ് 42,789 രൂപയാണ് നമ്മൾ ഈ വീക്കിൽ ഏൺ ചെയ്തിട്ടുള്ളത്. 5 ദിവസമാണ്. 1 2 3 4 5. ഈ 5 ദിവസം കാണുമ്പോൾ ഈ റെഡ് കണ്ടിട്ട് വിചാരിക്കേണ്ട, റെഡിൽ നമുക്ക് അങ്ങനെ ലോസ് കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ അത് അവർ കാണിക്കണം, അതാണ്. അത് ഞാൻ ഡീറ്റെയിൽസ് പറയാം. മോസ്റ്റ് പ്രോഫിറ്റബിൾ ഡേ 23,836 നമ്മൾ ഇട്ടുണ്ട്. 24,000. അതിൻ്റെ വേറൊരു വീഡിയോ കൂടി അതെങ്ങനെ വർക്ക് ചെയ്തെന്നുള്ള കാര്യങ്ങളൊക്കെ ഇട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് ഫണ്ട് കഴിഞ്ഞ് ഒരുപാട് അറിവ് കിട്ടും കേട്ടോ. അത് സംശയം കാരണം ചോദിച്ചോ, കാരണം പുതിയതായി വരുന്നവർക്ക് പെട്ടെന്ന് അത് മനസ്സിലായി എന്ന് വരില്ല. പക്ഷേ അത് കിട്ടും. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് പറഞ്ഞുതരാം. ബ്രോക്കറേജ് 774 രൂപ നമ്മൾ ഈ വീക്കിൽ തന്നെ സേവ് ചെയ്തിട്ടുണ്ട്. ഫ്ലാറ്റ് റൈഡ് ആയ കാരണം കൊണ്ട് ബ്രോക്കറേജ് സേവ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ പെർഫോമൻസ് ആണ് ഇത് ഈ ആഴ്ചത്തെ. മോസ്റ്റ് പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ട്രേഡ് 13,000 ആണ് നമ്മൾ വന്ന് നടന്ന സെൻസെക്സിൽ. ആ ദിവസം തന്നെയാണ് നമ്മൾ 24,000 ഏൺ ചെയ്തിട്ടുള്ളത്. നമ്മൾ വെള്ളിയാഴ്ച നമുക്ക് ലോസ് വന്നത്, അതായത് ലാസ്റ്റ് ദിവസം. അത് 3,311 ഒരു ട്രേഡ് ലോസായി. അതിനെ റിക്കവർ ചെയ്തിട്ട് 3,029 രൂപ എടുത്തിട്ടുണ്ട്. നമുക്ക് അന്നൊരു അറൗണ്ട് കമ്മീഷൻ എല്ലാം കൂടിയിട്ട് അതായത് ടാക്സ്, ഗവൺമെൻറ് ടാക്സ് ഒക്കെ കൂടിയിട്ട് ഒരു 300 രൂപയാണ് നമുക്കന്ന് ലോസ് വന്നിട്ടുള്ളത്. അതായത് ഈ വീക്കിൽ നമ്മൾ ഉണ്ടാക്കിയത് 300 രൂപയാണ് ലോസ് വന്നിട്ട് പറഞ്ഞിട്ടുള്ളത്. ബാക്കി ദിവസങ്ങളിലൊക്കെ നമ്മൾ പ്രോഫിറ്റ് ആയിരുന്നു. വേറെ പേജോ കാര്യങ്ങളൊന്നുമില്ല. 5 ദിവസത്തേട്ടാണ്. ഇതാണ് നമ്മുടെ ഡീറ്റെയിൽസ് വരുന്നത്. ഇതാർക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കാം. നമ്മൾ ലിങ്ക് ഇതിലൂടെ ഷെയർ ചെയ്യുന്നുണ്ട്. നമ്മുടെ ക്യാപിറ്റൽ 1 ലാഖാണ് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് അടുത്ത ആഴ്ച നല്ല രീതിയിൽ പോകണം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇത് ഷെയർ ചെയ്യാനും, അതായത് മന്ത്ലി വരുമ്പോൾ ഷെയർ ചെയ്യാനും കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ വീക്ക് നമുക്ക് നല്ല ഏറ്റവും പ്രോഫിറ്റബിൾ ആയിട്ടുള്ള വീക്ക് കിട്ടാം. കഴിഞ്ഞ വീക്കിൽ നമുക്ക് ഇത്ര പ്രോഫിറ്റ് ആയിരുന്നില്ല. അതിന് മുമ്പത്തെ വീക്ക് അതിനേറ്റവും കൂടുതലുണ്ടായിരുന്നു. അപ്പോൾ 2 വീക്കും 3 വീക്കും നമ്മൾ പ്രോഫിറ്റബിൾ തന്നെയാണ്. പിന്നെ എനിക്ക് ലോസും കാര്യങ്ങളൊക്കെ വരാറുണ്ട് കേട്ടോ. ചില സമയങ്ങളിൽ നമുക്ക് മാക്സിമം നമുക്ക് സഹിക്കാൻ പറഞ്ഞ ലോസ് ഇട്ടിട്ടുള്ള ഒരു സ്ട്രാറ്റജിന് നമ്മൾ പ്ലാൻ ചെയ്യണത് കേട്ടോ. അതായത് മാക്സിമം പ്രോഫിറ്റ് ഉണ്ടാക്കും വേണം. അപ്പോൾ അതൊക്കെയാണ് നമ്മൾ പ്ലാൻ ചെയ്യണത്. അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾ പിന്നീട് അടുത്തതിലൊക്കെ പറയാം. അപ്പോൾ വീഡിയോ കണ്ടതിന് എല്ലാവർക്കും താങ്ക്സ്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്തിട്ട് അറിയിക്കുക. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ലൈവ് വാച്ച് ചെയ്യുക. എന്നിട്ട് അറിവ് നേടുക. നമ്മളിനി ഒരുപാട് കാര്യങ്ങളെ കുറിച്ച് എൻ്റെതായ സ്വന്തം അനലൈസിങ്, സ്വന്തമായിട്ടുള്ള പ്ലാനിങ്ങിൻ്റെ കാര്യത്തെ എക്സ്പീരിയൻസ് ഒക്കെ ഉള്ള ഒരുപാട് വീഡിയോകളും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട്. എല്ലാവരും സപ്പോർട്ട് ഉണ്ടാവണം. നിങ്ങളുടെ അഭിപ്രായം കൂടി പറയണം. നമുക്ക് ഒരുമിച്ച് മുന്നേറാം. ട്രേഡിംഗ് കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇന്ന സ്ഥലത്ത് പഠിച്ചവർ അങ്ങനെയൊന്നുമില്ല. നമ്മളെല്ലാവരും ഒന്നാന്ന് കൺസെപ്റ്റ് ചെയ്യണം. അല്ലാണ് ഞാൻ എൻ്റെ എല്ലാ കാര്യങ്ങളും പ്ലാൻ ചെയ്യുന്നത്. നമുക്ക് എല്ലാവർക്കും വളരണം. നമ്മളെല്ലാവരും സ്വപ്നങ്ങളും പ്രതീക്ഷകളായിട്ടല്ലോ മാർക്കറ്റിലേക്ക് വരുന്നത്. അപ്പം എൻ്റെ ഭാഗത്തു നിന്നുള്ള എല്ലാ സപ്പോർട്ട് ഉണ്ടാവും. അതുപോലെ തന്നെ നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള സപ്പോർട്ട് ഉണ്ടാവണം. നമുക്ക് ഒരുമിച്ച് മുന്നേറാം. ട്രേഡിംഗ് കമ്മ്യൂണിറ്റിക്ക് എല്ലാവർക്കും നല്ലത് വരട്ടെ. ഫണ്ട് പോയവരൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് റിക്കവർ ചെയ്യാനുള്ള അവസരങ്ങൾ ഉണ്ടാവട്ടെ. അതിനുള്ള എൻ്റെ ഭാഗത്തുനിന്നുള്ള എല്ലാ ഹെൽപ്പും ഉണ്ടായിരിക്കും.
അപ്പോൾ വീഡിയോ കണ്ടതിന് എല്ലാവർക്കും താങ്ക്സ്.